ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരുടെ മേൽ വരണമേ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്പർശിക്കണമേ. ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് കൊടുക്കുന്ന വചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ വീട് ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ആ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിച്ചാൽ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 11-12 വാക്യങ്ങൾ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ ഇവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു. നിങ്ങൾ ഇനി കൂടെ ശ്രദ്ധിച്ച് ചെയ്യണം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ, ഇത് കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റാ. യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. യോഹന്നാൻ ആരായിരുന്നു? സെഖരിയ പുരോഹിതന്റെ മകനാണ്. ആര്? യോഹന്നാൻ. ശ്രദ്ധിക്കണം. യോഹന്നാന്റെ ജനനം എന്നായിരുന്നു? ശുശ്രൂഷ തികച്ച് വീട്ടിൽ പോകാനിരുന്ന സെഖരിയാവിന് സമയം തെറ്റി ഒരു നറുക്ക് വീണു. അവസാന ശുശ്രൂഷ തികയ്ക്കാൻ ശുശ്രൂഷ സ്ഥലത്ത് നിൽക്കുമ്പം അന്ന് വരെ കേൾക്കാത്തൊരു ശബ്ദം അവൻ തൻ്റെ കാതിൽ കേട്ടു. യോഹന്നാനെ, സെഖരിയാവേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. എനിക്കൊരു സന്ദേശം പറയാനുണ്ട്. ചില മറുപടികൾ അല്പം ലേറ്റ് ആയാലും അത് അതിൻ്റെ മുഴു ശക്തിയോടെ വെളിപ്പെടുക തന്നെ ചെയ്യും. ആരെങ്കിലും മറുപടി കൊതിച്ചിരുന്നിട്ട് ലഭിക്കാത്തവരുണ്ടെങ്കിൽ നിന്നോട് സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. നിനക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ 3 ശബ്ദങ്ങളുണ്ട്. ഒന്ന് മനുഷ്യന്റെ ശബ്ദം, 2 പിശാചിന്റെ ശബ്ദം, 3 ദൈവത്തിന്റെ ശബ്ദം. മനുഷ്യന്റെ ശബ്ദം തളർത്തുന്ന ശബ്ദമാണ്. സാത്താന്റെ ശബ്ദം ഇല്ലായ്മപ്പെടുത്തുന്ന ശബ്ദമാണ്. ദൈവത്തിന്റെ ശബ്ദം ചലിപ്പിക്കുന്ന ശബ്ദമാണ്. ഹല്ലേലൂയ. നിന്റെ ഏത് വിഷയത്തിനും ദൈവശബ്ദം കേട്ടാ മതി. അറിയാതെ നിന്റെ അകത്ത് ആരാധന ഉയരും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാന് ഒരിക്കലും സ്ഥലത്ത് വെച്ച് ഒരു മകനെ പരിചയപ്പെട്ടു. അവനൊരു വലിയ രോഗിയാ. ജനിച്ചപ്പോഴേ അവൻ്റെ കാലൊക്കെ വളഞ്ഞുപോയി. അവനെ കാറുകളൊന്നും കയറ്റാൻ പറ്റത്തില്ല. കാറെ കയറി അവനെ കയറാൻ പറ്റൂ, വേറെ ആർക്കും കയറാൻ പറ്റുകയില്ല. വണ്ടി ഓടിക്കുന്നതിനോട് ഇരിക്കാൻ പറ്റത്തില്ല അവിടെ. അതുകൊണ്ട് ഒരു കൈനറ്റിക് ഹോണ്ട വാങ്ങിച്ച് അതിന് പ്രത്യേക സീറ്റൊക്കെ പിടിപ്പിച്ചേച്ച് അവനെ അങ്ങനെ കൊണ്ടു നടക്കുന്നത്.
അവൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു. ഇവൻ ജനിച്ച 3-ാം മാസം ഇവൻ്റെ അമ്മ ഒരു സ്വപ്നം കണ്ടു. ഒരു സ്പോർട്സ് മൈതാനത്തുനിന്ന് ട്രോഫിയും പിടിച്ചുകൊണ്ട് എൻ്റെ മോൻ ഓടി വരുന്ന ഒരു കാഴ്ച. 21 വയസ്സുള്ള ഇവൻ്റെ കാല് വല്ലാത്ത ഷേപ്പിൽ വളഞ്ഞ് അവൻ നടന്നാൽ പിന്നെ ആ വഴി ആർക്കും നടക്കാൻ പറ്റുകയില്ല. അതുപോലൊരു വല്ലാത്ത രൂപത്തിൽ നടക്കുക. പക്ഷെ ഇവൻ്റെ അമ്മ ഒരു സ്വപ്നം കണ്ടു. ഈ കുഞ്ഞ് സ്പോർട്സ് മൈതാനത്തു നിന്ന് ഒരു ട്രോഫിയും പിടിച്ചുകൊണ്ട് ഓടി വരുന്ന കാഴ്ച. ആ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് എൻ്റെ മകൻ രോഗിയാ, പക്ഷെ എൻ്റെ മകൻ സൗഖ്യമാകും. എന്താ ഉറപ്പ്? ഞാൻ ദൈവത്തിൽ നിന്ന് ഒരു ദർശനം പ്രാപിച്ചിട്ടുണ്ട്. സാഹചര്യമല്ല ഇവിടെ വിഷയം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാ വിഷയം. ഒരു ആഫ്രിക്കക്കാരൻ പാസ്റ്റർ പ്രസംഗിക്കാൻ വന്നൊരു യോഗത്തിൽ ഇവനെ കൊണ്ടിരുത്തി. ചുരുക്കി അങ്ങ് പറയാം, ആ യോഗത്തിൽ ഇവൻ സൗഖ്യമായി. ഇവന്റെ കാലുകൾ ശരിയായി. ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് കത്തി തൊടാതെ ദൈവം ഓപ്പറേഷൻ ചെയ്തു. ആ കാലങ്ങളിൽ നടന്ന ഒരു പരിപാടിക്കകത്ത് ഇവനും സ്പോർട്സിനിറങ്ങി. സംഘാടകരൊരു പ്രോത്സാഹനം എന്ന വണ്ണം ഇവനൊരു ട്രോഫി കൊടുത്തു. ആ ട്രോഫിയും പിടിച്ചോണ്ട് പച്ചപ്പുല് വിരിച്ച മൈതാനത്ത് നിന്ന് ഓടി വന്നപ്പോൾ അവന്റെ അമ്മ കൈ ഉയർത്തിച്ച് പറഞ്ഞു, ഇവന്റെ 3-ാമത്തെ മാസത്തിൽ ഞാൻ കണ്ട ദർശനം ഇപ്പോൾ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. സാഹചര്യമല്ല ഇവിടെ വിഷയം, നീ പ്രാപിച്ച ദൈവദർശന. ആരാ യോഹന്നാൻ? സെഖരിയാവിനും എലിസബത്തിനും ജനിച്ച മകൻ. ചുരുക്കി പറഞ്ഞാൽ സെഖരിയാവ് കഴിഞ്ഞാൽ അടുത്ത പുരോഹിതനാകേണ്ടവൻ. അവൻ ഒരു പ്രവാചകനായി വെളിപ്പെട്ടു. അവനെ കുറിച്ച് യേശു പറയുക, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനിലും വലിയവൻ. അടുത്ത കേട്ടോണം, യോഹന്നാന്റെ കാലം മുതൽ ജനം സ്വർഗരാജ്യത്തെ പ്രയോഗം നടത്താൻ തുടങ്ങി. എന്താ വാക്യത്തിന്റെ അർത്ഥം? അതാണ് ഇവിടെ ധ്യാനിക്കുന്ന വിഷയം. രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനമേറ്റത് കൊണ്ടോ ഒരിക്കലും ഒരുവൻ സ്വർഗത്തിൽ എത്തുന്നില്ല. അതൊക്കെ സ്വർഗത്തിൽ പോകുന്നതിനുള്ള വിവിധ പടികളാണ്. പക്ഷേ 3 അനുഭവം ഒരു ദൈവപൈതലുണ്ട്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മേലാലും രക്ഷിക്കപ്പെടും. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ദേഹം, ദേഹി, ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മേലാലും ഒരു രക്ഷയുണ്ട്, അന്നാ പൂർണ്ണത. ശ്രദ്ധിക്കണം, ഇവിടെയാണ് ഒരു ബലപ്രയോഗം. കൃപയിൽ വന്ന് കൃപയുടെ അത്യുച്ചകോടി നിന്ന പലരും ഇന്ന് കൃപയിലില്ല. എന്നാ കാര്യം? എതിർ ശക്തികൾ അവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ആരും നിന്നെ കീഴ്പ്പെടുത്താതിരിക്കണമെങ്കിൽ അതിനെ ജയിക്കുന്ന ഒരു ആത്മബലം നിന്റെ അകത്ത് വേണം. പിശാച് വരുന്നതിന്റെ 3 ലക്ഷ്യങ്ങൾ ബൈബിളിലുണ്ട്. 1 മോഷ്ടിക്കുക, 2 അറക്കുക, 3 മുടിക്കുക. ഇന്ന് പിശാച് മോഷണ പരമ്പര ഇവിടെ നടത്തുന്നുണ്ട്. ഇന്ന് പിശാച് പല കുടുംബങ്ങളെയും അറുക്കുന്നുണ്ട്, പല കുടുംബങ്ങളെയും പിശാച് മുടിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയുക, ഞാൻ വന്നത് ജീവൻ പകരാനാ. മനസ്സിലായവർക്കായി സ്തോത്രം. ഓരോ ദിവസവും വചനം വായിക്കണം,
പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പുതുക്കണം, ആത്മബലം ഏറ്റെടുക്കണമെന്ന് പറയുന്നതിന് കാരണം ഇതൊരു ബലാത്കാരമാണ്. നിത്യതയുടെ വെളിപ്പാട് മങ്ങാതെ ആരത് മുറുകെ പിടിക്കുന്നവനോ അവനാണ് കാഹളത്തിങ്കൽ എടുക്കപ്പെടുന്നത്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? രക്ഷിക്കപ്പെട്ട നാളിലെ കാഴ്ചപ്പാട് ഇന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട നാളിലെ കാഴ്ചപ്പാട് ഇന്നുണ്ടോ? ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം ഇന്നുണ്ടോ? ഉണ്ടായില്ലെങ്കിൽ ഇന്നുണ്ടാകണം. ആമേൻ, ആമേൻ, ആമേൻ. ഈ ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോഴേ ഭയങ്കര ആരാധനയായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെയാ. നല്ലായിട്ടൊന്ന് ആരാധിച്ചില്ലേ ഒരു സന്തോഷമില്ല. ഇപ്പൊ ചിലർ പറയും നിങ്ങളൊക്കെ ആരാധിച്ച ആൾക്കാരൊക്കെ നോക്കും. അങ്ങനെ നോക്കണം. ആരാധനയുടെ കാര്യത്തിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവന് അടങ്ങിയിരിക്കാൻ പറ്റിയല്ല. ഞാനേ ഈ രക്ഷിക്കപ്പെട്ട് ചർച്ചിൽ ചെന്നപ്പോഴേ എല്ലാവരും ആരാധിച്ച് നിർത്തിയാലും ഞാൻ നിർത്തുകയല്ല. അപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരുവൻ ആ ചർച്ചിലുണ്ട്. അവൻ എന്നോട് വന്ന് പറഞ്ഞു, കാട്ടാനെ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? പറഞ്ഞില്ല. അതെ, വലിയ കുഴി വെട്ടിയേച്ച് മണ്ടയ്ക്ക് കമ്പും പച്ചലയും പറക്കിയിട്ടേച്ച് പോവും. ഇത് പുല്ലാന്ന് വിചാരിച്ച് ആന വന്ന് ചവിട്ടുമ്പം ബ്ലംന്ന് കുഴിയിലോട്ടങ്ങ് പോവും. കുഴി വീണാൽ ആന ഒരു പരാക്രമമാണ്. തുമ്പിക്കൈ പൊക്കി അടിക്കുന്നു, ചവിട്ടുന്നു, അലറുന്നു. അപ്പം പണ്ട് കുഴി വീണച്ച് മെരിഞ്ഞു വന്ന ആനകൾ കരയ്ക്ക് വരും. ആന പറയുമെന്നാ പുള്ളി പറയുന്നേ, ഒത്തിരി ഇളകണ്ട, ഞങ്ങളെ പോലെ നിങ്ങും മെരിങ്ങും. പറഞ്ഞ ഏതായാലും നിന്നെ പോലെ മെരിങ്ങുകയല്ല ഉണ്ടെന്നില്ല. ഇവിടെ രക്ഷിക്കപ്പെട്ടാൽ കർത്താവിന്റെ വരവ് വരെ ഒരു തീഷ്ണത നിന്റെ അകത്ത് വേണം. രക്ഷിക്കപ്പെട്ടത് കമ്മിറ്റി കൂടാനല്ല, രക്ഷിക്കപ്പെട്ടത് മറ്റൊരുത്തനെ വിമർശിക്കാനല്ല. നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ നിന്റെ വാക്കും ഭാഷണവും മറ്റൊരുത്തനെ രക്ഷയിലേക്ക് നടത്തട്ടെ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യന്റെ ലക്ഷ്യം ഇവിടുത്തെ കാറും വീടുമൊന്നുമല്ല. അതൊക്കെ കോംപ്ലിമെന്റാ, കിട്ടുന്നവർ വാങ്ങിച്ചോ, ഞാൻ എതിരൊന്നുമല്ല. ദൈവത്തെ വിളിക്കുന്നവനെ മാന്യമായി കർത്താവ് അനുഗ്രഹിച്ചിരിക്കും. ഒരു മാറ്റവും അതിനില്ല. ഒരു വീട് ചോദിക്കുന്ന പാപമല്ല, ഒരു കാർ ചോദിക്കുന്ന പാപമല്ല, കൊച്ചിന്റെ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കുന്നത് പാപമല്ല. മറിച്ച് വീടോ കാറോ അല്ല വലുത്, അതിനേക്കാൾ വലുത് നിത്യതയുടെ വെളിപ്പാടാ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് നിന്നെ കീഴ്പ്പെടുത്താൻ ഏതൊരു ശക്തി വന്നാലും അതിനെ ജയിക്കുന്നതാണ് നീ പ്രാപിച്ച ദൈവശക്തി. അത് മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. എനിക്കറിയാം, ഈ ആരാധന നടക്കുമ്പോൾ പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ ഒരു ദൈവശക്തിയുടെ വ്യാപാരം ദൈവം പകരുകയാണ്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. പണ്ടൊക്കെ ചൊവ്വ ആരാധിച്ചോണ്ടിരുന്നവരാ. ഇപ്പൊ ഇച്ചിരി നന്മയൊക്കെ കിട്ടിയപ്പോ അതൊക്കെ നിർത്തി വെച്ച് കൈവീശേ ഉള്ളൂ. ഞാന് അമേരിക്കയിലെ ഒരു രാജ്യത്ത് വചനം പ്രസംഗിക്കാൻ പോയപ്പോഴേ നമ്മുടെ ഇവിടുത്തെ പോലെ പ്ലാസ്റ്റിക് കസാര ഒന്നുമല്ല, നല്ല സോഫ ഇട്ടേക്കുവാ. ഇരിക്കുകയും ചെയ്യാം, ഉറങ്ങുകയും ചെയ്യാം. ഇപ്പം ഞാൻ പ്രസംഗിക്കാൻ ചെന്നവിടെ അപ്പൊ കൈവെക്കാൻ നല്ല പിടിയൊക്കെ ഉണ്ട്. അതിൽ കോഫി മഗ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്.
ഞാൻ വചനം തുടങ്ങിയപ്പോഴേ വചനം കേട്ട ഒരു സ്തോത്രം പറയുന്നതിന് മുമ്പ് ഒരു സിപ്പ് കോഫി കുടിച്ചിട്ട് സ്തോത്രം. ഞാനല്ലേ പ്രസംഗിച്ചേ. ഇവൻ്റെ അപ്പൻ കാളേപ്പോട്ടായിരുന്നു പണി. ഇപ്പം 2 കോഴിക്കാല് കഴിച്ചപ്പം ഒരു സിപ്പ് കോഫി കുടിച്ചാലേ സ്തോത്രം വരൂ. പിന്നെങ്ങനെ തൊണ്ടേ ക്യാൻസർ വരാതിരിക്കും? നിങ്ങൾ ഇങ്ങോട്ട് സഹകരിക്കണം. മനുഷ്യൻ നിഗളികളാകരുത്, അഹങ്കാരികളാകരുത്. ദൈവത്തെ പേടിക്കണം. എങ്ങനെ പേടിക്കണം? സ്നേഹത്തിൽ ഭയപ്പെടണം. ഒരാമീൻ പറഞ്ഞാട്. നീ എത്ര കോടീശ്വരനായാലും നിന്റെ ദൈവമായിരിക്കണം നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ദൈവത്തെ ഭയമുണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ശ്രദ്ധിച്ചേ, ദൈവദാസന്മാര് ഇങ്ങനെ വലിയ കൺവെൻഷൻ വെക്കുന്നത് പണം കൂടിയിട്ടല്ല. ഈ രാജ്യം ഒന്ന് നിറയണം. അത് നടന്നുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഓർക്കുന്നുണ്ടോ? ഒരു പ്രാർത്ഥനാ ഹോളൊക്കെ കാണണമെങ്കിൽ ഒരു 10-20 കിലോമീറ്ററിനകത്തൊക്കെ ഉള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെ വല്ല വന്നോ? ഒരു ബസ് സ്റ്റോപ്പിൽ തന്നെ 25 കൂട്ടായ്മയാ. ഇപ്പൊ ചിലതൊക്കെ ചോദിക്കും, നിങ്ങളെല്ലാം കൂടെ എന്നാ ഒന്നിച്ചു കൂടാത്തെ? കൂടാം, ഒരിടം കാണിച്ചതാ. മനസ്സിലായില്ലയോ? ഞാൻ തിരുവനന്തപുരത്തെ ചർച്ച തുടങ്ങാൻ വേണ്ടി ഒരു സഹോദരനെ ചെന്ന് കണ്ടു. പുള്ളിക്ക് അവിടെ ഓഡിറ്റോറിയം ഉണ്ട്. പുള്ളിയോട് ഞാൻ ചോദിച്ചു, സാറേ ഓഡിറ്റോറിയം ആരാധനയ്ക്ക് തരാമോ? ഉറപ്പായിട്ട് തരും. എന്നോട് ചെന്നാ ഞായറാഴ്ച, അയ്യോ ഞായറാഴ്ച ഒഴിച്ച് എന്ന് വേണേ തരാം. ഞായറാഴ്ചക്ക് എന്നാ കുഴപ്പം? അവിടെ 7 ആരാധനയുണ്ട്. പിന്നെ പാസ്റ്റർ ഇച്ചിരൊന്ന് വെയിറ്റ് ചെയ്യാവും. ഞാൻ ചോദിച്ചു, എന്നാ? ഈ സിറ്റിയുടെ 4 ഇടത്ത് 4 ഓഡിറ്റോറിയം പണിതുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ഇതിനും മാത്രം കല്യാണം? ആർക്ക് വേണം കല്യാണം? പ്രാർത്ഥനക്കാരെ കിട്ടിയാ പോരായോ? അങ്ങനെ എന്നോട് പറയുക, ഞാനൊരു കാര്യം പഠിച്ചു സാറേ, ഇത് കുറയാൻ പോവല്ല, ഇത് കൂടാൻ പോവാ. ഒരുത്തർക്കും തടയാൻ പറ്റാത്ത പോലെ ഇത് വളർന്നുകൊണ്ടിരിക്കുക. ഒട്ടും ആ ഒരു ചെവി കേൾക്കത്തില്ല, കേൾക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ആ ചെവി കേൾക്കും. എനിക്ക് എത്ര വയസ്സുണ്ട്? 59 വയസ്സൊക്കെ ആയി ചെവി കേൾക്കുവോ? കർത്താവ് തൊട്ടാ കേൾക്കും. ഏത് ചെവിയാ ഒട്ടും കേൾക്കാത്ത? 10-15 വർഷം കഴിഞ്ഞു ഈ ചെവി. ഇന്ന് ആ ചെവി കേൾക്കുവോ? കേൾക്കും. വീട്ടിൽ നിന്നേ പറഞ്ഞുകൊണ്ട് വരിക. ഇന്ന് ആ ചെവി തുറക്കും. ഇത് ഞാൻ ഈ കണ്ണ് തുറന്ന് എന്നെ നോക്കണം എന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. ഇപ്പൊ നിങ്ങൾ സൗഖ്യമാകാൻ പോവുക. കർത്താവേ, 20 വർഷമായി അടഞ്ഞു പോയ ആ ചെവി, ദ ബ്ലഡ് ഓഫ് ജീസസ്, ഇന്ന് വചനം പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തുറന്നു വരട്ടെ. തുറന്നു വരട്ടെ. ആ കേൾക്കുന്ന ചെവിയൊന്ന് അടച്ചു പിടിച്ചേ, നന്നായിട്ട് അടച്ചു പിടിക്കണം. എന്തുവാ പേര്? എന്തുവാ ആന്റിയുടെ പേര്? എന്നാ പേര്? എന്തുവാ പേര്? പൊന്നമ്മ. എവിടാ വീട്? കൊട്ടാരക്കര. കൊട്ടാരക്കര. വീട്ടിൽ ആരൊക്കെയുണ്ട്? മക്കളും ഞാനും. മോടെ പേരെന്തുവാ? മോടെ പേര് സൗമ്യ. മോൾ എന്തോ ചെയ്യുവാ?
മോള് യു കെയിലാണ്. ഇതെല്ലാം ആ ചെവി കൊണ്ടാന്ന് കേട്ടെ? ആണോ? 20 വർഷം കൊണ്ട് കേൾക്കാതിരുന്ന ആ ചെവി കൊണ്ടാന്നോ ഞാൻ ചോദിച്ച കേട്ടെ? ആണോ? അപ്പൊ ചെവി കർത്താവ് തുറക്കുവോ? ഇന്ന് തുറന്നോ? 20 വർഷമായി അടഞ്ഞതിനെ ദൈവം തുറക്കുക. യേശുവിന്റെ നാമത്തിൽ ഒരു സൗഖ്യം നടക്കട്ടെ. ആ കൈകളൊന്ന് ചേർത്തടിച്ചോ. യെസ്. നിങ്ങളുടെ ഇടതേ കൈയുടെ ഷോൾഡറിൽ കർത്താവ് വന്ന് തൊടുക. നിങ്ങൾക്ക് ആ ഇടതേ കൈയുടെ ഷോൾഡറിൽ വലിയ പ്രശ്നമുള്ള ആളാണ്. നടുവിനും ഇടതേ കൈയുടെ ഷോൾഡറിനുമാണ് പ്രശ്നം. ആ ഷോൾഡറിൻ്റെ ഇടതേ കൈയുടെ വേദന കൊണ്ട് മാസങ്ങളായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല. ശരിയാണോ ഞാൻ പറയുന്നേ? ഞാൻ പറയുന്നത് ശരിയാണോ? ആ കൈ അങ്ങനെ തന്നെ പിടിക്കണേ. ഹല്ലേലൂയ. ആ കൈ ഇപ്പൊ തളർന്ന കൈ പോലെ ആയിരിക്കുക അല്ലേ? അല്ലേ? ഹല്ലേലൂയ. ആ കൈ പകുതിയെ പൊങ്ങി വരത്തുള്ളൂ അല്ലേ? എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 6 മാസമായി. പക്ഷേ നടുവിന് മേലെ തുടങ്ങിയിട്ട് ഇപ്പം 3.5 വർഷവുമായി. യേശു തൊടാൻ പോവുക. ആ കയ്യെ സൗഖ്യമാക്കാൻ പോവുക. യേശുവിൻ്റെ കരം ആ കയ്യെ തൊടാൻ പോവുക. അല്ലേ? ഇന്ന് ആ കയ്യിലേക്ക് ഒരു സൗഖ്യം നടക്കുക. ഇങ്ങനെ തന്നെ കൈ പിടിച്ചാട്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കൈ പിടിച്ചാട്ട്. നിങ്ങളിപ്പോൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ കൈ പൊങ്ങത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, എന്നെ നോക്കിക്ക്, എന്നെ നോക്കി നിൽക്കുക. ഞാൻ പറയുന്ന പോലെ ചെയ്യും. നിങ്ങൾ വെറുതെ പൊക്കാൻ ശ്രമിക്കേണ്ട, നിങ്ങളുടെ കൈ പൊങ്ങത്തില്ല. കാരണം നിങ്ങളിപ്പോൾ സൗഖ്യമായിട്ടില്ല. സൗഖ്യമാകാൻ പോവുകയെന്നാ കാണിച്ച്. നിങ്ങളുടെ അടുക്കൽ കർത്താവ് വന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ കയ്യെത്തോട് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഒന്ന് ഇറങ്ങുക. ആന്റി ഒന്ന് കണ്ണു തുറന്ന് നോക്കിയ ആന്റി. ആന്റിയുടെ കൈയുടെ ഷോൾഡറിന്റെ ബാക്ക് സൈഡിലാണ് ഒരു വീർപ്പും ഉണ്ട് അവിടെ. ഹല്ലേലൂയ. ഇപ്പൊ കർത്താവ് തൊടുക. ഈ കയ്യേൻ തൊടും, വലത്തെ കാലിനെയും തൊടും. ആ കാലിന്റെ മുട്ടിനാണ് അടുത്ത പ്രശ്നം അല്ലേ? കർത്താവേ, യേശുവേ. ആന്റിയുടെ കയ്യെ നോക്കിക്കേ. ഞാൻ ഈ കൈ എടുക്കുക, എന്നിട്ട് യേശു ആ കൈക്ക് പിടിക്കുക. കർത്താവേ, ആ കൈ പൊങ്ങട്ടെ. കർത്താവേ, പൊങ്ങട്ടെ, 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 മുഴുവൻ പൊങ്ങട്ടെ, ഉയരട്ടെ, പിന്നെയും ഉയരട്ടെ, പിന്നെയും ഉയരട്ടെ, പിന്നെയും ഉയരട്ടെ, പിന്നെയും ഉയരട്ടെ. Yes. Heal. Heal. കൈ താത്തിട്ടെ, താത്തിട്ടു. ഇനിയും പൊക്കിക്കോ. ഇപ്പൊ ശരിയായോ? ഇപ്പൊ ശരിയായോ? ശരിയായോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഒന്നുകൊണ്ടൊന്ന് പൊക്കി കാണിച്ചേ. ഒന്നുകൊണ്ടൊന്ന് പൊക്കി കാണിച്ചേ. ഹല്ലേലൂയ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പ്രേരണ തരുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ വലത് കൈവെക്ക്. നിങ്ങൾ കടബാധ്യതയുള്ളവരാണോ? നിങ്ങൾ കർത്താവെ കടം മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, വിശ്വാസത്താൽ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചുകൊണ്ട് യേശുവിൻ്റെ കരസ്പർശനം വെളിപ്പെട്ട് സൗഖ്യമാകാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ കൈ അവരെ തൊടണം. കർത്താവെ, കടബാധ്യതകൾ മാറണം, കുരുക്കുകൾ മാറണം, പ്രതിസന്ധികൾ മാറണം, ചില യാത്രകളെ തടസ്സപ്പെടുത്തിയേക്കുന്ന അവസ്ഥകൾ മാറണം. കർത്താവെ, നിന്റെ കരം ശക്തിയോടെ വെളിപ്പെട്ടു വരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിന്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ സഹായിക്കാം, പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ ഒരു ടൈത്ത്, ഒരു ദശാംശം ഈ ദിവസവും ധാരാളം ചാനലുകളിൽ കൂടെ വചനം പുറത്തു വിടുന്ന ഈ ജീസസ് വോയിസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയച്ചു തരാം. താഴെ കാണുന്ന അഡ്രസ്സിൽ അയക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ ഫോൺ വിളിക്കുക. ഇപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. താഴെ കാണുന്ന നമ്പർ വിളിക്കുക. യേശു ഈ പ്രാർത്ഥനയാൽ നിങ്ങളെ വിടുവിക്കും. നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിന് അത് വലിയ അനുഗ്രഹമായിരിക്കും. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, സ്പെഷ്യൽ ഡേ വരുമ്പോൾ നിങ്ങൾ
ഒരു വചനം ജനലക്ഷങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾ സ്പോൺസർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കും. ഞങ്ങളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ ജീവിക്കാം, പ്രാർത്ഥനയിൽ ജീവിക്കാം. യേശു വരാറായി. ഗോഡ് ബ്ലസ് യു.